അവസാനം NSS നേതൃത്വത്തിന് മുമ്പിൽ തങ്ങൾ തോറ്റു തുന്നം പാടിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സമ്മതിച്ചു. NSSുമായി അനുനയ നീക്കം നടത്തിയെങ്കിലും വാതിലുകൾ കൊട്ടിയടച്ചു. അടച്ച വാതിലുകൾ മുട്ടിവിളിച്ച് തുറക്കാനാകില്ലെന്നും കോടിയേരി വ്യക്തമാക്കി. നിലപാടുകൾ ആറ് പറഞ്ഞാലും വസ്തുതകൾ വിശദീകരിക്കേണ്ടത് കക്ഷികളുടെ ഉത്തരവാദിത്തമാണെന്നും NSS വിഷയത്തിൽ കോടിയേരി പ്രതികരിച്ചു. സമുദായ നേതൃത്വത്തോട് LDFന് ശത്രുതയില്ല. NSSനെ വിശ്വാസം രക്ഷിക്കട്ടെ. വെള്ളാപ്പള്ളി നടേശനെ കാണാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു മന്ത്രിമാരും പോയതിൽ അസ്വാഭാവികതയില്ല. രഹസ്യമായല്ല പരസ്യമായാണ് പോയതെന്നും കോടിയേരി ബാലകൃഷ്ണൻ കോട്ടയത്ത് പറഞ്ഞു. LDF തെക്കൻ മേഖല ജാഥയുടെ ഭാഗമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്രൈസ്തവ സഭകളെ നിയന്ത്രിക്കാൻ സർക്കാർ നിയമനിർമ്മാണം നടത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും കോടിയേരി വ്യക്തമാക്കി. ചർച്ച നിയമപരിഷ്കാര കമ്മീഷന്റെ അഭിപ്രായം മാത്രമാണ്, അത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സംസ്ഥാനത്തിന്റെ വികസനം തടസ്സപ്പെടുത്തുകയാണ് മോദി സർക്കാർ എന്നും കോടിയേരി കുറ്റപ്പെടുത്തി. എത്ര വട്ടം ഗംഗയിൽ മുങ്ങിക്കുളിച്ചാലും ജനരോക്ഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മോദിക്ക് കഴിയില്ല. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന AICC ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവനയെ കുറിച്ച് മുസ്ലിം ലീഗും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും അഭിപ്രായം പറയണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. കോൺഗ്രസ് RSS നിലപാട് സ്വീകരിക്കുകയാണ്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഹരീഷ് റാവത്തിന്റെ പ്രസ്താവന. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാമക്ഷേത്രം പണിയുമെന്നാണ് മുൻ മുഖ്യമന്ത്രി കൂടിയായ റാവത്ത് പറയുന്നത്. സംസ്ഥാനത്തിന് ഉറപ്പു നൽകിയ പല പദ്ധതികളും കേന്ദ്ര സർക്കാർ നൽകുന്നില്ല. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയും എയിംസും IITയും അവഗണനയുടെ അവസാനത്തെ ഉദാഹരണമാണ്. ഓഖി റിലീഫിൽ 2000 കോടി ആവശ്യപ്പെട്ടു, 111 കോടിയാണ് അനുവദിച്ചത്. മഹാപ്രളയം ഉണ്ടായപ്പോഴും ഇതേ സമീപനമാണ് ഉണ്ടായത്. പ്രളയത്തിൽ തകർന്ന നാടിനെ രക്ഷിക്കാൻ പ്രവാസികൾ സ്വരൂപിച്ച പണം വാങ്ങാൻ പോകാൻ മന്ത്രിമാർക്ക് വിസ നിഷേധിച്ചതും മോദി സർക്കാരാണ്. നോട്ട് നിരോധനം സമ്പദ് വ്യവസ്ഥ തകർത്തു, സഹകരണ മേഖലയെ തകർക്കാൻ നോക്കി. LDF സർക്കാർ അധികാരത്തിലില്ലായിരുന്നെങ്കിൽ സഹകരണ മേഖല പൂർണ്ണമായും തകർന്നേനെ. ലോങ് മാർച്ച് അടക്കമുള്ള കർഷക പ്രക്ഷോഭങ്ങളെ തുടർന്ന് ഭയന്ന കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചു. എന്നാൽ അത് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നില്ലെന്ന് വ്യാജ പ്രചാരണം നടത്തുന്നെന്നും കോടിയേരി ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സർക്കാർ 6000 രൂപ വർഷം കർഷകർക്ക് കൊടുക്കുമ്പോൾ സംസ്ഥാന സർക്കാർ 14,400 രൂപ നൽകുന്നുണ്ട്. 1200 രൂപയാണ് സംസ്ഥാന സർക്കാർ പ്രതിമാസം നീക്കിവെച്ചത്. 27 വിളകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നു. വിള ഇൻഷുറൻസ് പദ്ധതിക്കായി മാറ്റിവെച്ചത് 250 കോടി രൂപയാണ്. കർഷകർക്കായി ഏറ്റവും കൂടുതൽ തുക മാറ്റിവെച്ചത് LDF ഗവൺമെന്റ് ആണ്. കേന്ദ്ര പദ്ധതികളോട് നിസ്സഹകരിക്കുന്ന ഒരു സമീപനവും LDF സർക്കാർ സ്വീകരിച്ചിട്ടില്ലെന്നും കോടിയേരി പറഞ്ഞു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന പദ്ധതി സംസ്ഥാന സർക്കാർ അവഗണിക്കുന്നെന്ന് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം ആരോപിച്ചിരുന്നു. എന്നാൽ പദ്ധതിയുടെ പ്രത്യേക ഉദ്ഘാടനം കൃഷിമന്ത്രി VS സുനിൽകുമാർ വൈക്കത്തും അൽഫോൺസ് കണ്ണന്താനം തിരുവനന്തപുരത്തും നിർവഹിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.